ഹായ്, നമുക്കിന്നത് ഈ ഒരു കമ്മൽ ഉണ്ടാക്കിയാലോ. ഇത് ആക്ച്വലി നമ്മളോട് ഒരു സബ്സ്ക്രൈബർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കളറാണ്, റാണി പിങ്ക് കളറാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു OHP ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് B7000 ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്ററിലേക്ക് ഞാനൊരു ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അതിന് ചുറ്റും സ്റ്റോൺ ചെയിൻ ആണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ഈ ഒരു സൈസിലുള്ള സ്റ്റോൺ ചെയിൻ കഴിയാറായിട്ടോ, അതാ ഞാൻ ഇങ്ങനെ പീസായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. പക്ഷേ നമുക്കതൊന്ന് പ്രോപ്പറായിട്ട് ഗ്യാപ്പില്ലാതെ അറേഞ്ച് ചെയ്യുമ്പോൾ ഓക്കെ ആയിക്കോളൂ കേട്ടോ. അതിപ്പോൾ ഇങ്ങനൊരു ഇതുപോലെ തോന്നുന്നുള്ളൂ, പക്ഷേ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അത് മനസ്സിലാവില്ല. പിന്നെ നമുക്കിത് ഈ ഒരു റാണി പിങ്ക് കളറിലുള്ള കുന്തൻ സ്റ്റോൺ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണേ. എനിക്ക് ആക്ച്വലി ആദ്യം ഈ ഒരു കളർ സജഷൻ വന്നപ്പോൾ ഈ കളർ കിട്ടാനേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ 3-4 കടയിൽ അന്വേഷിച്ചതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഈ ഒരു കളർ കിട്ടിയത്. പക്ഷേ അതിന് മാച്ചായിട്ടുള്ള ഹാങ്ങിങ് ബീഡ് കിട്ടിയില്ല. അപ്പോൾ ഇത് ഹാങ്ങിങ് ബീഡൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതിന് പുറമേക്ക് ഇതുപോലെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്യാപ്പൊന്നും ഇല്ലാതെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ കുറച്ചും കൂടെ കാണാനൊരു ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 സൈഡിലേക്കായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഒരു ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചില്ലേ, ആ ഒരു ഷേപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴേക്ക് നമ്മൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ട്. അത് കുഞ്ഞ് സ്റ്റോണാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഇട്ടിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ഒരു 6-7 ടൈപ്പിലുള്ള സ്റ്റോൺസ് ഉണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ ഇതുപോലെ ഓരോ ഗ്യാപ്പ് വിട്ടിട്ട് റാണി പിങ്ക് കളർ കുന്തൻ സ്റ്റോൺ തന്നെയാണ് കേട്ടോ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഹാങ്ങിങ് ബീഡ് ഇല്ലെങ്കിലും കാണാനൊരു രസമുള്ളൊരു ഡിസൈനാണെന്ന്. പിന്നെ സ്റ്റഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ റാണി പിങ്ക് കളറിലുള്ള സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ മേലേക്ക് ഒരു ഹാഫ് പോർഷനോളം ഈ ഒരു കുഞ്ഞ് റൗണ്ട് സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിന് താഴെ ഇങ്ങനൊരു V ഷേപ്പിൽ ഞാൻ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ 2 സ്റ്റോൺ വെച്ച് കട്ട് ചെയ്ത് എടുത്തതാണ്, അതിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ താഴേക്ക് വീണ്ടും ഒരു കുന്തൻ സ്റ്റോണും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റഡ് പോർഷനും ഹാങ്ങിങ് പോർഷനും. ഇനി അത് ഡ്രൈ ആയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിലേക്ക് ഫുൾ ലെങ്ത്തിൽ ഞാനൊരു പിൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ സ്റ്റഡ് പോർഷനും എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ആ ഒരു കാണുന്ന രീതിക്ക് വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാൻ, എന്നാലേ നമ്മുടെ കമ്മൽ നേരെ നിൽക്കുള്ളൂ. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഒരു സ്റ്റഡ് ബേസും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയതിനു ശേഷം രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഹാങ്ങിങ് പോർഷനിൽ പിൻ ഒന്ന് അകത്തി കൊടുത്തിട്ട് സ്റ്റഡ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഇത് ക്ലോസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കമ്മൽ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ലൈറ്റ് അടിക്കുമ്പോൾ എന്തൊരു ഷൈനിങ് ആണെന്നറിയോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ് കേട്ടോ. ഇതാണ് കേട്ടോ നോർമൽ ഡേ ലൈറ്റിലുള്ള ഒരു ലുക്ക്. കണ്ടോ, ലൈറ്റ് അടിക്കുമ്പോൾ ഷൈനിങ് ഇങ്ങനെയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.